കേറ്ററ്റ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേറ്ററ്റ് സീറ്ററ്റ് സെറ്റ് പോലുള്ള എലിജിബിലിറ്റി ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ മേഖലയെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് എന്താണ് കേറ്ററ്റ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇതിനകത്തെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, 4 കാറ്റഗറികളുള്ളവരും എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഇതിനകത്ത് പറയും. ഇത്തരത്തിൽ സെറ്റിൻ്റെ സീറ്റിൻ്റെയൊക്കെ ആ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്താം. എനിവേ, കേറ്ററ്റ് ആദ്യമായി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ. ടെറ്റ് നിർബന്ധമാണ് എന്ന് സുപ്രീം കോടതി വരെ വീണ്ടും പറയുന്ന ഒരു കാലത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ഈ എക്സാമുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. LPSA എന്ന് പറയുന്ന നമ്മുടെ LP സ്കൂൾ ടീച്ചറിൻ്റെ യോഗ്യതയായിട്ട് നിലവിൽ പറഞ്ഞിരിക്കുന്നത് 12th DED കേറ്ററ്റ് കാറ്റഗറി 1 UPSA ആയിട്ട് പറയുന്നത് ഡിഗ്രി BEd കേറ്ററ്റ് കാറ്റഗറി 2 ആണ്. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ആവട്ടെ ഡിഗ്രി BEd കേറ്ററ്റ് കാറ്റഗറി 3 ആണ്. HSST ആവട്ടെ PG BEd സെറ്റ് വേണം. അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് വരുമ്പോൾ PG നെറ്റ് PhD ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കേറ്ററ്റ് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഓരോ കാറ്റഗറികളിലും. ഓരോ കാറ്റഗറികൾക്ക് ഓരോ കേറ്ററ്റ് അല്ലെങ്കിൽ സീറ്ററ്റ് പോലുള്ള എക്സാമുകൾ സെപ്പറേറ്റ് ആയിട്ട് വാലിഡ് ആകുന്ന ഒരു ചർച്ച ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇവിടെ കേറ്ററ്റ് കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ അവിടെ ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള കാറ്റഗറി ആയിട്ടാണ് അത് വരുന്നത്. 2 എന്ന് പറയുന്ന അപ്പർ പ്രൈമറി, 3 ഹൈസ്കൂൾ അധ്യാപകർക്കും, 4 എന്ന് പറയുന്ന സ്പെഷ്യൽ അധ്യാപകർക്കാണ്. അത് ഭാഷാധ്യാപകർ, അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു, UP തലം വരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായിട്ടുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, കായിക അധ്യാപകർക്കൊക്കെയാണ് അത് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ട് 4 കാറ്റഗറികളിലായിട്ടാണ് കേറ്ററ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാറ്റഗറി 1ലേക്ക് വന്നു കഴിയുമ്പോൾ LP ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. 45% ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി പരീക്ഷകൾ പാസ്സായിരിക്കണം. കൂടാതെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻഡ് ടീച്ചർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ DLED, എലമെൻ്ററി എഡ്യൂക്കേഷൻ വേറെയാണ് കേട്ടോ, പാസ്സായിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻ HD ഇട്ട് കാണണം, വീഡിയോ HDയിൽ ഇട്ട് കാണുക. അപ്പോൾ സ്ക്രീൻ കൃത്യമായിട്ട് വായിക്കാനായിട്ട് പറ്റും. ഇനി ഇതല്ലെങ്കിൽ പിന്നെന്താ, കാറ്റഗറി 1 വേറൊരു യോഗ്യത 45% മാർക്കോടെ ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം. അതോടൊപ്പം NCTയുടെ 2002 ചട്ടങ്ങൾക്കനുസരിച്ച് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ കൂടി നേടിയവരായിരിക്കണം. അല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി പാസ്സാവുകയും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ പാസ്സാവുകയും ചെയ്യണം. അതുമല്ലെങ്കിൽ 50% മാർക്കോടെ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി ജയത്തോടൊപ്പം 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ, എലമെൻ്ററി അല്ല ഇൻ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ യോഗ്യതയുള്ളവർക്കും ഇത് എഴുതാൻ പറ്റും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് കാറ്റഗറി 1ൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ഇനി കാറ്റഗറി 2ലേക്ക് വന്നു കഴിഞ്ഞാൽ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്ന BEd കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബിരുദത്തോടൊപ്പം എലമെൻ്ററി എഡ്യൂക്കേഷനിൽ ദ്വിവത്സര ഡിപ്ലോമ, TTC, DEd, DLED പാസ്സായവർക്ക് പറ്റും. അതായത് ഡിഗ്രി പ്ലസ് DLED പോലെ ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ 45% BEd കോഴ്സിന് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു ബിരുദത്തിന് ബിരുദവും BEdഉം അല്ലെങ്കിൽ DLED യോഗ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ DLEDകാർക്കും BEdകാർക്കും എഴുതാൻ പറ്റും ഏത് കേറ്ററ്റ് കാറ്റഗറി 2, പക്ഷേ ഡിഗ്രി ഉള്ളവരായിരിക്കണം എന്ന് മാത്രം. അതാണ് കേറ്ററ്റ് കാറ്റഗറി 2നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി 50% മാർക്കോടെ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി വിജയത്തോടൊപ്പം 4 വർഷത്തെ ബാച്ചിലർ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ പാസ്സായിട്ടുള്ളെങ്കിൽ അപേക്ഷിക്കാനായിട്ട് പറ്റും. 50% മാർക്കോടെ ഹയർ സെക്കൻഡറി, സീനിയർ സെക്കൻഡറി വിജയത്തോടൊപ്പം 4 വർഷത്തെ BSc BA ഇൻ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ 2-3 ഇക്വലൻസികൾ അല്ലെങ്കിൽ 2-3 ക്വാളിഫിക്കേഷൻസ് അവിടെ പറയുന്നുണ്ട്. കേറ്ററ്റ് കാറ്റഗറി 2 എഴുതുന്നതിന് ആവശ്യമായ മറ്റ് യോഗ്യതകളുള്ള പക്ഷം കേരളത്തിലെ സർവകലാശാല നൽകുന്ന അംഗീകരിച്ചിട്ടുള്ളതായ BBA ബിരുദം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് കൂടി അവിടെ പറയുന്നുണ്ട്. DEd, DLED, BEd അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കേറ്ററ്റിന് അപേക്ഷിക്കുമ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിനി ആയിരിക്കണം അല്ലെങ്കിൽ വിദ്യാർത്ഥി ആയിരിക്കണം എന്ന സ്ഥാപന മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് എന്നതുകൂടി അവിടെ ഓർത്തിരിക്കുക. 2ാം വർഷത്തിൽ മാത്രമേ എഴുതാൻ പറ്റൂ. അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അറിയേണ്ട കാര്യം. ഇനി കാറ്റഗറി 3ലേക്ക് വരുമ്പോൾ ഹൈസ്കൂൾ അധ്യാപകർക്ക് വേണ്ട കോഴ്സാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, തമിഴ്, കന്നഡ, അറബി, ഉറുദു, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിലായിട്ട്, ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങളിലായിട്ടാണ് കേറ്ററ്റ് കാറ്റഗറി 3 കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എന്താണ് അപേക്ഷിക്കാൻ വേണ്ട കുറഞ്ഞ യോഗ്യത? 45% മാർക്കോടെ BA, BSc, BCom ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. അതത് വിഷയത്തിലുള്ള BEd ഡിഗ്രിയും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അംഗീകാരമുള്ള ഇതര യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നേടിയ യോഗ്യത ആയിരിക്കണം എന്നതുകൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബിരുദാനന്തര ബിരുദത്തിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ BEdന് അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് കേറ്ററ്റ് പരീക്ഷ എഴുതാവുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ മേൽ ഡിഗ്രി നേടിയവർക്ക് 50% കുറയാതെ അതേ വിഷയത്തിലുള്ള MSc എഡ്യൂക്കേഷൻ MSc Ed എന്ന് പറയുന്ന ഡിഗ്രി ഉണ്ടെങ്കിൽ കാറ്റഗറി 3ക്ക് അപേക്ഷിക്കാവുന്നതാണ്. NCERT നടത്തുന്ന മേഖലാ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ചവരായിരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. സസ്യ ജന്തുശാസ്ത്ര വിഭാഗക്കാർക്കും 50% മാർക്കിൽ കുറയാതെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നേടിയ ലൈഫ് സയൻസിലുള്ള MSc എഡ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാമെന്ന് പറയുന്നു. 45% കുറയാതെയുള്ള BA അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും LTTC DLED ജയിച്ചവർക്കും കാറ്റഗറി 3 അപേക്ഷിക്കാം എന്നതുകൂടി ഓർത്തിരിക്കുക. ഇനി 4ാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഈ പരീക്ഷ നടത്തുന്നത് UP തലം വരെയുള്ള അറബിക്, ഹിന്ദി, സംസ്കൃതം, ഉറുദു സ്പെഷ്യലിസ്റ്റ് അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ്. കായിക അധ്യാപകർ, ഹൈസ്കൂൾ തലം വരെയുള്ളവർക്കും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപകർക്കും വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നതെന്ന് ഓർത്തിരിക്കുക. അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് അവിടെ പ്രത്യേകം ഒരു ജിയോ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഭാഷയിൽ അധ്യാപകരായ യോഗ്യത നേടിയ UP തലം വരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, കായിക അധ്യാപകർക്കുള്ള കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് ചാപ്റ്റർ പ്രതിപാദിക്കുന്ന യോഗ്യത നേടിയവർക്കും കാറ്റഗറി 4 എഴുതാമെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് NCTE സർവകലാശാലകൾ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി ഇൻ ടീച്ചിങ് യോഗ്യതയുള്ളവർക്ക് കാറ്റഗറി 4 അപേക്ഷിക്കാം. ചില സ്പെഷ്യൽ കോഴ്സുകളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട്, ഹിന്ദിയുടെയും മലയാളത്തിൻ്റെയൊക്കെ അതുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുകൂടി പറയുന്നുണ്ട്. അതാണ് 4 കാറ്റഗറികൾ ഉള്ളത്. ഇനി കേറ്ററ്റിനെ സംബന്ധിച്ചുകൊണ്ട് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതായത് 90%, 150 മിനിറ്റുള്ള 150 മാർക്കിൻ്റെ 2.5 മണിക്കൂർ നീളുന്ന ഈ എക്സാമിൽ, നെഗറ്റീവ് മാർക്ക് ഒന്നും ഇല്ലാത്ത ഈ എക്സാമിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 90 ആണ്. 60% അതാ 90 മാർക്കാണ്. 90 മാർക്ക് എന്നുള്ളത് മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ 100ന് മുകളിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. SC, ST, OBC, OEC വിഭാഗങ്ങൾക്ക് കേറ്ററ്റ് പാസ്സാകുന്നതിന് മിനിമം മാർക്ക് 82 മാർക്കായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ 75 മാർക്കും ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഒരു തവണ പരീക്ഷ ജയിച്ചാൽ വീണ്ടും പരീക്ഷ എഴുതേണ്ട കാര്യമൊന്നുമില്ല. വൺസ് ക്വാളിഫൈഡ് ആയാൽ ക്വാളിഫിക്കേഷൻ ലൈഫ് ലോങ് ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പരീക്ഷയുടെ രീതി, പഠിക്കേണ്ട സിലബസ്, ഓരോ വിഷയത്തിനുള്ള മാർക്ക്, മുൻവർഷ ചോദ്യങ്ങളുടെ നിലവാരം, നമുക്ക് പഠനം പ്രയാസമായിട്ടുള്ള ഭാഗം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ അറിയണം. അതിലെ ആദ്യ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓരോ വിഷയത്തിനുള്ള മാർക്ക് എങ്ങനെയാണെന്ന് വരെ ഞാൻ പറഞ്ഞുതരാം. ദെൻ പ്രീവൈക്യു ചെയ്ത് പഠിക്കണം. നിങ്ങൾ എത്ര റേഞ്ചിൽ സ്കോർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റണം. ദെൻ നിങ്ങൾ പഠനം വീക്കായിട്ടുള്ള ഭാഗം കണ്ടെത്തി അത് സ്ട്രോങ് ആയിട്ട് പഠിച്ച് സെറ്റാക്കി എടുത്താൽ നിങ്ങൾക്ക് ആദ്യ ചാൻസിൽ തന്നെ ഇത് ക്വാളിഫൈഡ് ആവാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ഓരോ കാറ്റഗറികളിലെ സിലബസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. കേറ്ററ്റ് കാറ്റഗറി 1ലേക്ക് വരുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DLED ഉദ്യോഗാർത്ഥികൾക്കാണ് അത് എഴുതാൻ പറ്റുക. അവിടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെഡഗോഗി, ശിശുവികാസം ബോധനശാസ്ത്രത്തിൽ നിന്ന് 30 മാർക്ക്, ഗണിതശാസ്ത്രം 30 മാർക്ക്, പരിസ്ഥിതി പഠനം 30 മാർക്ക്, 1ാം ഭാഷ മലയാളം, തമിഴ്, കന്നഡ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. മലയാളമാണ് യൂഷ്വലി നമുക്ക് എടുക്കാറുള്ളത്. 30 മാർക്ക്. ഭാഷ 2 ഇംഗ്ലീഷ് അല്ലെ അറബി 30 മാർക്ക്. അങ്ങനെ 30 മാർക്ക് വീതമുള്ള 5 സബ്ജക്റ്റായിട്ട് തിരിച്ച് 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതിൽ 90 മുകളിലെത്തിയാൽ കട്ട് ഓഫ് മറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. കാറ്റഗറി 2ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ശിശുവികാസം, ബോധനശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോഗി 30 മാർക്ക്. സയൻസ്, മാത്സുകാർക്ക് വേണ്ടിയിട്ട് സയൻസ് ആൻഡ് മാത്സിൽ നിന്ന് അതിൻ്റെ പെഡഗോഗി ഉൾപ്പെടെ 60 മാർക്ക്. കൃത്യമായി പറഞ്ഞ് 20 മാർക്ക് സയൻസ്, 20 മാർക്ക് മാത്സ്, 10 മാർക്ക് സയൻസ് പെഡഗോഗി, 10 മാർക്ക് മാത്സിൻ്റെ പെഡഗോഗി, അങ്ങനെ 60 മാർക്ക് അവിടെ ചോദിക്കുന്നു. സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് വേണ്ടി സോഷ്യൽ സയൻസ് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 60 മാർക്ക്. അതിൽ 40 മാർക്ക് സബ്ജക്റ്റ്, സോഷ്യൽ സയൻസ് സബ്ജക്റ്റും 20 മാർക്ക് സബ്ജക്റ്റിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ പെഡഗോഗിയാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഇനി ഇംഗ്ലീഷ്, ഹിന്ദി പോലുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ടല്ലോ, മലയാളം, അവർക്കൊക്കെ കാറ്റഗറി 2 എഴുതണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഒരെണ്ണം ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 1ാം ഭാഷ മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കണം. 2ാം ഭാഷ മലയാളം, ഇംഗ്ലീഷിൽ ഏതെങ്കിലും. അപ്പോൾ ആദ്യം മലയാളം എടുത്താൽ പിന്നെ വീണ്ടും മലയാളം എടുക്കാൻ പറ്റില്ല. ഒരെണ്ണം മലയാളം ആണെങ്കിൽ അടുത്ത് ഇംഗ്ലീഷ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക. 30 60 മാർക്ക് ലാംഗ്വേജിൽ നിന്ന് ചോദിക്കും. 30 സൈക്കോളജി, 60 സബ്ജക്റ്റ്, അതിലെ പെഡഗോഗി ഉൾപ്പെട്ടിട്ടുണ്ട്. 30 മാർക്ക് ഇംഗ്ലീഷ്, 30 മാർക്ക് മലയാളം, അങ്ങനെ 150 മാർക്ക്. അതിൽ നിന്നാവണം നമുക്ക് 90 മാർക്കിലേക്ക് എത്താനായിട്ട്. ഞാൻ പറഞ്ഞു 100 മാർക്കിൻ്റെ പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കും. കാറ്റഗറി 3ലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് കാറ്റഗറി 3യുടെ സിലബസ് എന്ന് നോക്കാം. അവിടെ കൗമാര മനഃശാസ്ത്ര, അഡോളസൻ സൈക്കോളജി, പഠന സിദ്ധാന്തങ്ങൾ, തിയറീസ് ഓഫ് ലേണിംഗ്, അധ്യാപന അഭിരുചിയുമായിട്ട് ബന്ധപ്പെട്ട് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 1ാം ഭാഷ മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് 30 മാർക്ക് ചോദിക്കും. ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. മലയാളം, ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ് 80 മാർക്ക് ചോദിക്കുന്നത്. അതിൽ 50 മാർക്ക് നിങ്ങളുടെ സബ്ജക്റ്റും 30 മാർക്ക് പെഡഗോഗിയാണ്. 50 മാർക്കിൽ തന്നെ 25 മാർക്ക് കെമിസ്ട്രി, 25 മാർക്ക് ഫിസിക്സ് ആണ് ഫിസിക്കൽ സയൻസുകാർക്ക്, 30 മാർക്ക് പെഡഗോഗി. നാച്ചുറൽ സയൻസ് ആണെങ്കിൽ സുവോളജി 25, ബോട്ടണി 25, 50 മാർക്ക് സബ്ജക്റ്റ് ചോദിച്ചാൽ 30 മാർക്ക് നിങ്ങളുടെ പെഡഗോഗി. മാത്സ് ആണെങ്കിൽ 50 മാർക്ക് മാത്സിൻ്റെ രണ്ടിനും 30 മാർക്ക് മാത്സിൻ്റെ പെഡഗോഗിയും. സോഷ്യൽ സയൻസ് ആണ് 50 മാർക്ക് സോഷ്യൽ സയൻസ്, 30 മാർക്ക് പെഡഗോഗിയും. കൊമേഴ്സുകാർക്ക് കാറ്റഗറി 3 ആവശ്യമില്ല, കാറ്റഗറി 2 ആണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് കേറ്ററ്റിനെ സംബന്ധിച്ചുകൊണ്ടുള്ള 3ാമത്തെ കാറ്റഗറിയിലെ ഇൻഫർമേഷൻ. 4ാമത്തെ കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ശിശു വികസനം, ബോധനശാസ്ത്ര, അധ്യാപന അഭിരുചി 30 മാർക്ക്,
ലാംഗ്വേജിൽ നിന്ന് 40 മാർക്ക്, മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഏതെങ്കിലും ഒരെണ്ണം, മലയാളം ഇംഗ്ലീഷ് 40 മാർക്ക്, 80 മാർക്ക് സബ്ജക്റ്റ് ഏതാണോ പർട്ടിക്കുലർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണോ അത്, ഉറുദു ആണോ ഇത്, ഹിന്ദിയാണോ അത്, അതിൽ നിന്ന് 80 മാർക്ക് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നോളജ് ഉള്ളവർക്കാണ്, അത് അവരുടെ സബ്ജക്റ്റ് നോളജ് ഉള്ളവർക്കാണ് അത് എഴുതിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി 1, 2, 4 കാറ്റഗറികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആകും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വായിച്ചെഴുതി ഉത്തരം എഴുതാൻ പറ്റും. എന്നാൽ കാറ്റഗറി 3യുടെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇതാണ് കേറ്ററ്റിനെ കുറിച്ചുള്ള ബ്രീഫ് ആയിട്ടുള്ള, എന്താണ് കേറ്ററ്റ് എന്നൊരു സംശയം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി കേറ്ററ്റിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെ സിലബസും കാര്യങ്ങളും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ ലഭ്യമാവും. അതുകൂടാതെ B.Ed D.Ed വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെയൊക്കെ ലഭ്യമാവും. അത് യൂസ് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. എൻട്രിയിൽ കോഴ്സുകളും ഉണ്ട്. നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വീണ്ടും കാണാം. ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇതൊരു തുടക്കമാവട്ടെ. എല്ലാ ആശംസകളും. നന്ദി.